ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞായറാഴ്ച ആയിട്ട് ഒരു സൺഡേ വ്ളോഗ് ചെയ്യാൻ ഓർത്ത്. വ്ളോഗൊക്കെ ചെയ്യലൊക്കെ ഇപ്പം ഭയങ്കര കുറവാണ് കേട്ടോ. മടിയുമുണ്ട്, സമയമില്ലായ്മയുണ്ട്. അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു കസിൻ വിളിച്ചാൽ ഞാൻ പറഞ്ഞു, നീ എന്താണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്, നീ വീഡിയോ ഒന്നും ഇടാത്തത് എന്താണ്ട്, നിന്നെ കാണാത്തതുകൊണ്ട് എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസിൻ എന്നോട് പറഞ്ഞ്, നീ മാക്സിമം നിനക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യ്, കാണാൻ ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ സ്ഥിതിക്ക് ഞാനപ്പോൾ ആലോചിച്ചു, അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ ആൾക്കാരുണ്ടല്ലോ, എന്തായാലും ചോദിച്ചതല്ലേ എന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാലത്ത് അപ്പോൾ സൺഡേ ആയിട്ട് വ്ളോഗൊക്കെ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇത്തിരി വർക്ക് ലോഡ് ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്. എനിക്ക് സാധാരണ ഒന്നിലൊന്നൊരു ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഈ ഓഫീസിലെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി, എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോയിലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഈ അടുക്കളയിൽ കിടന്നിട്ടുള്ള പണികളെ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഒന്നും അങ്ങനെ ചെയ്യണ നേരത്ത് ക്യാമറയൊക്കെ പിടിച്ചാൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഭംഗിയായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇടയിൽ കൂടി എല്ലാം കൂടി ആ മാനേജ് ചെയ്യൽ നടക്കൂല. സൺഡേ ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും കിടക്കണ അലക്കണ തുണികളൊക്കെ പിറക്കി കലക്കി കയറ്റാന്നുള്ളതാണ് സൺഡേ ആയാലും എൻ്റെ ഫസ്റ്റത്തെ പണി. അപ്പോൾ അലക്കാനൊക്കെ ഒരു ട്രിപ്പ് ഇട്ട് ഒരലക്കൊക്കെ കഴിഞ്ഞ് കിടക്കണം. വെള്ളം തുറന്നിട്ടുണ്ട്, ഡ്രൈനായി പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ അലക്ക് ഒരു സ്റ്റെപ്പ് നടന്നുകൊണ്ട് കാലത്ത് തന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ചായ കുടിക്കാം. അതൊരു ശീലമാണ്. ഇപ്പോൾ സമയം 9 മണിയാവും കേട്ടോ. ഒരു പണി നടന്ന് നീങ്ങിയിട്ടില്ല. ഇന്നലെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന കാരണം ഇന്നലെ വെച്ച ചോറും കറിയൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നൊരു പണിയുമില്ല. ഇനിയിപ്പോൾ അലക്കൽ കഴിഞ്ഞ് ഒന്ന് അടിക്കൽ കഴിഞ്ഞ് മുട്ടൊക്കെ ഒന്ന് അടിച്ചിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പണികളെല്ലാം തീരും. അലക്ക അവിടെ നടക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ പേരയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. ഞാൻ കാണിച്ചു തരാട്ടോ. ഉള്ളിൽ കിടന്ന് വെച്ച ചപ്പും ചവറും ചണ്ടി സാളൊക്കെ മുഴുവനും വാരി വലിച്ച് ചെസ്പുമ്പോൾ മുഴുവൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് കളയണം, ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. കുറേ പണിയുണ്ട്. ഒരു ഞായറാഴ്ച കിട്ടിക്കഴിയുമ്പോൾ ഓർക്കും ഒന്ന് വല്ലയിടത്തും കിടന്ന് നോക്കും, ഒന്ന് വല്ലയിടത്തും സ്വസ്ഥോട്ട് ഇരിക്കണം, ഒന്ന് വല്ലയിടത്തും ഒന്ന് കിടക്കണം. ഇതൊക്കെ ആയിരിക്കോട്ടെ ഫസ്റ്റ് ഓർക്കണത്. നമുക്ക് ഈ ഒരു ദിവസമല്ലേ ആഴ്ചയിലുള്ളൂ. പക്ഷേ 6 ദിവസത്തിലെടുക്കണ പണിനേക്കാൾ ഇരട്ടി പണിയാണ് 7ാമത്തെ ദിവസം. ചോറുണ്ട്, കറിയൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ സെറ്റിയോട് ഒരെണ്ണം കിടക്കണത് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ സെറ്റി ഉള്ളത്. അപ്പം നല്ല എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇങ്ങോട്ട് മാറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ചപ്പും ചവറും ഈ മാറാലയൊക്കെ പിടിച്ചെടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തരാം കേട്ടോ. ഇത് നമ്മൾക്ക് സെപ്പറേറ്റ് കുഷ്യനൊക്കെ വേറെ സെപ്പറേറ്റ് അടിക്കണമെന്നുണ്ടെങ്കിലും സുഖം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ സെറ്റിക്ക് കേട്ടോ. സെറ്റ് അപ്പോൾ വാങ്ങിക്കുമ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ എടുക്കാൻ ശ്രമിക്കുക. ഇത് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞിട്ട് വൃത്തിയാക്കാനായിട്ട് എളുപ്പമോ ഉള്ളൊരു സംഭവമാണ്. എപ്പോഴപ്പോൾ നീറ്റായിട്ട് ഇരുന്നോളൂ ഇതിന് അടിയൊക്കെ. അല്ലെങ്കിൽ മാറാലയൊക്കെ പിടിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് വൃത്തിയാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം. ഇതിങ്ങനെ മാറ്റാൻ വരണോണ്ട് തന്നെ അടിപൊളിയായിട്ട് എപ്പോഴും വൃത്തിയാക്കിയിടാട്ടോ. വേഗം ക്ലീൻ ചെയ്ത് കയറാൻ പറ്റുമെന്ന് ഓർത്തിട്ട് നമ്മൾ തുടങ്ങി വെക്കും. ഓരോന്ന് തൊട്ട് കഴിയുമ്പോഴായിരിക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊടി സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പാകം ചേർത്ത് 11:30 മണി വരെ കിടന്നു കഴിഞ്ഞാൽ പറയാൻ കിടന്നെന്ന്. എന്താണെന്ന് വെച്ചാൽ 11:30 ആകുമ്പോഴേക്കും പിള്ളേർ വന്നു കഴിയുമ്പോൾ വീണ്ടും വീട് മറിച്ച് വെക്കും. ഇത് തന്നെ കേട്ടോ. അപ്പോൾ അവരില്ലാത്തതിൻ്റെ പേരിൽ എല്ലാം വൃത്തിയായിട്ട് വെടിപ്പാക്കി ഒതുക്കിയൊക്കെ വെക്കാൻ പറ്റും. അവർ വന്നു കഴിയുമ്പോഴേക്കും അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ച് മറിച്ചൊക്കെ വെച്ചോളും. കൂട്ടത്തിൽ നമ്മുടെ രൂപക്കൂട്ടിലിരിക്കുന്ന രൂപങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ട് അവിടെയും ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കട്ടെ. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണതല്ലേ, അവിടെയും കൂടി ഒന്ന് വൃത്തിയായിട്ടിരിക്കട്ടെ. ഇങ്ങനെ ഒന്ന് കുറേ ദിവസമായി ഇവിടെയൊക്കെ ഒന്ന് മൊത്തത്തിൽ മാറ്റിയിട്ടൊക്കെ
അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ഇറക്കി വെച്ചിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ്. ഇപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ. ഒരിത്തിരി നേരം ഇവിടെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിയിരുന്ന് ഞാൻ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കോട്ടാ. എന്താണെന്ന് വെച്ചാൽ പിള്ളേരൊന്നും നമുക്ക് എപ്പോഴും നശിപ്പിക്കില്ല, അതിന് മുന്നേ ഒന്ന് ആസ്വദിക്കാമെന്ന് ഓർത്തിട്ട് ഞാനിവിടെ നിന്ന് ചുറ്റിങ്ങനെ കണ്ട് ആസ്വദിക്കാൻ കേട്ടോ. ഒരു സംതൃപ്തിയാണല്ലോ ഇങ്ങനെ നല്ല പോസിറ്റീവ് വൃത്തിയായിട്ട് എടുക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി എനർജി ഉണ്ടാവും നമ്മൾക്ക്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് കിടക്കാമെന്ന് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തന്നെയാണ്. പക്ഷേ അതൊന്നും ഒരു ആൺപിള്ളേരുള്ള വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് നടപടി ആവില്ല എന്നുള്ള കാര്യമാണ് വാസ്തവം. ഒരു സെക്ഷൻ എൻ്റെ അലക്ക് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇന്ന് ഇപ്പോൾ എടുത്ത് ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ് എൻ്റെ അടുത്ത സെറ്റ് അലക്കാനിടണം. ഇപ്പം ആദ്യം അലക്കിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, അതിടണം. ഇന്നലെ വെച്ച കോഴിക്കറി അത് അങ്ങനെ ഞെരിപ്പുണ്ടിട്ട് ഇനിയിപ്പോൾ എൻ്റെ തണവൊക്കെ മാറിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇത് എടുത്താൽ മതിയാവും. പിന്നെ ഇന്നലത്തെ ചോറും അങ്ങനെ ഞെരിപ്പുണ്ട്, അതൊന്നും ഇളപ്പിച്ച് ചൂറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ ഒന്നും ചെയ്യണ്ട കേട്ടോ. എനിക്ക് ഞാൻ തന്നോട് പറഞ്ഞില്ലേ കോഴിക്കറി ഇരിപ്പുണ്ടെന്ന്. ഇന്നലത്തെ കറി ഇത്തിരി ഇരിപ്പുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ചൂടാക്കിയാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചതാണ്. പുള്ളിക്കാരൻ അത് മറന്നു പോയിട്ട് വേറെ സാധനമായിട്ട് വന്നിട്ടാണ്. പിന്നെ വേറെ കാര്യമൊന്നുമല്ല, എൻ്റെ തലവട്ടം കണ്ട ഞാൻ ചേട്ടനുള്ളതാണ്. എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു ദിവസം വീട്ടിലുള്ളതല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും പുള്ളിക്കാരൻ. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വൈകുന്നേരം എന്തായാലും വെക്കോളൂ. എനിക്ക് ഈ മാതിരി ഇത്രയും പണികൾ എടുക്കണം എൻ്റെ ഇടയിൽ കൂടി ഇനിയിപ്പോൾ അതും കൂടി വെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നും പറഞ്ഞിട്ട് ഞാനത് അങ്ങോട്ട് സൈഡാക്കിയിട്ട് നമ്മുടെ തുണികൾ വിരിക്കാനായിട്ട് ആരംഭിച്ചിട്ട് ഓരോ സെക്ഷൻ വിരിക്കുമ്പോഴും ഓരോ സൈഡിൽ നിന്ന് ഞാൻ ഉണങ്ങിയത് എടുത്തുകൊണ്ടിരിക്കേണ്ട. അതിന് വേണ്ട തുണികളുണ്ടാകുന്ന വെച്ചാൽ ഞാൻ ഡെയിലി അലക്കണതാണ്. പക്ഷേ ഞായറാഴ്ച എന്നാലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കണതൊക്കെ എടുത്തിട്ട് എല്ലാം ഒന്ന് അലക്കി ഉണക്കി കയറ്റും. അത് ചെയ്താലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഫ്രണ്ടും കൂടി അടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഓൾമോസ്റ്റ് അടിയും നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതേ പണിയും കൊണ്ട് വന്നേക്കേണ്ടത്. അമ്മച്ചി പള്ളിയിൽ നിന്നൊക്കെ വന്ന് അവിടെ മൂന്നൂരും കൂടി ഇരുന്ന് അടുത്ത പണിക്കുള്ളത് ഇതേ കൊണ്ട് വന്നേക്കേണ്ടത്. എന്നെ കണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് ഇഷ്ടം വരും. ഇപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാറ്റലോഗ് ചെടി അവിടെ വളർന്നിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പാല വലിച്ചിങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതുമ്മേ ലോക്ക് ചെയ്ത് പിടിച്ചത് കയറുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു വലയൊക്കെ വലിച്ചു കൊണ്ടുവന്ന് കട്ട് ചെയ്ത് മുറിച്ച് ആ ഫ്രണ്ട് ഭാഗത്തിൽ പിടിപ്പിച്ച് പിന്നെ ഈ ഓടുമോട്ട് കയറ്റി വിടാനുള്ളൊരു ആലോചനയിലാണ് ഞാൻ എൻ്റെ ചേട്ടനും കൂടി. അപ്പോൾ കാറ്റലോഗ് ചെടിനെ വലിച്ചൊക്കെ കെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് അപ്പോഴാണ് പിള്ളേർ വരണ ടൈമായിട്ടുണ്ട്. എൻ്റെ നടുമ്പുറത്ത് ഇടികൊള്ളണേ മുന്നേ വേഗം ഒരു ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കി വേഗം വെക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമല്ല ഈ ഒരു സാധനം സോൾട്ട് ഭയങ്കര സംഭവം ഞാൻ കഴിക്കാറുമില്ല. ഉണ്ടാക്കി വെക്കും പക്ഷെ ഞാൻ കഴിക്കാറില്ല. അങ്ങനെ ഞാൻ ഇന്ന് എന്ത് ചെയ്തു, ഒരു കപ്പ് ഉപ്പുമാവിന് ഒരു കപ്പ് വെള്ളം ആ ഒരു കണക്കെടുത്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കാമെന്ന് ഓർത്തിട്ട് സംഭവം പെർഫെക്റ്റായി. അപ്പോൾ ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ് ഓർത്തേക്കണം. ഇനി ഇത്തിരി ഉപ്പുമാവും കോഴിക്കറിയും കൊണ്ടുപോയിക്കൊണ്ട് അനുചേട്ടന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് എൻ്റെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പോയിരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനും ഇപ്പം കൂടി പോയി കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ സൺഡേ.